വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിനു ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. ചോക്കാട് പഞ്ചായത്തിനെ വിശ്വസിച്ച് ഉള്ള വീടും പൊളിച്ചുമാറ്റി പെരുവഴിയിലായ കുടുംബങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ലൈഫിൽ വീട് കിട്ടുമെന്ന ഉറപ്പിൽ 30 കുടുംബങ്ങളാണ് ഉള്ള കൂരയും പൊളിച്ച് പെരുവഴിയിലായത്. ജനുവരി 15-ാം തീയതി ആകുമ്പോഴത്തേക്കും തീരുമാനം ഈ ഗുണഭോക്താക്കൾക്ക് വീട് വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള തീരുമാനം തരാമെന്ന് കഴിഞ്ഞ് 15-ന് തരാമെന്ന് പറഞ്ഞിട്ട് ചാനലിലൊക്കെ വന്നിട്ട് തീരുമാനം പറഞ്ഞതായിരുന്നു ബോർഡിൽ നിന്ന്. ആ തീരുമാനം എന്തായി? ഇന്നിപ്പോ ജനുവരി 20-21 ഏത് ജനുവരി? ഈ ജനുവരി 2025 ജനുവരി 15-ന് എടുത്തതാണ്. അന്ന് പറഞ്ഞതാണ് എന്താ 15-ാം തീയതി ജനുവരി 15 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് തീരുമാനം ഉണ്ട് എന്നുള്ളത്. ജനുവരി 15 എന്നുള്ള ദിവസം ഇല്ലാന്നുള്ളതാണ് ഞങ്ങൾ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇതിൽ 15 കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീട് ലഭിച്ചു. ബാക്കിയുള്ള കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. 2020-21 ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് ഈ കുടുംബങ്ങൾ. അതിനിടെ ഈ ലിസ്റ്റിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന പരാതിയിൽ ഉൾപ്പെട്ട വീടുകൾ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഞങ്ങളോട് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം പിന്നെ കുറെ ആൾക്കാർ വെച്ചതല്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കും കയറുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. പക്ഷെ 6-7 മാസമായി എഗ്രിമെന്റ് വെച്ചിട്ട് ഇതുവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വെച്ചവർക്കൊക്കെ കയറിയിട്ടുണ്ട്, ഞങ്ങളത് മാത്രം കയറിയിട്ടില്ല. പിന്നെ വീട് പൊളിക്കാത്തത് എന്താ വെച്ചാല് വീട് പൊളിച്ചവരുടെ അവസ്ഥ പൈസ കയറാത്തത് കൊണ്ട് ഞങ്ങളുടെ മെമ്പറാണ് ഞങ്ങളോട് ഇപ്പൊ പൊളിക്കണ്ട, നമുക്ക് ഇതിന് തീരുമാനമായിട്ട് പൊളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിലനിൽപ്പില്ലാത്തൊരു വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അത് പൊളിച്ച് ഞങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇതിന് അർഹത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമാക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ വീടിനെ പറ്റിയിട്ട്, വീടിന്റെ കാര്യത്തിൽ. 2022-23 സാമ്പത്തിക വർഷം ലൈഫ് ഭവന പദ്ധതിയിൽ ഈ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുകയും വീടിനു വേണ്ടി പഞ്ചായത്തുമായി എഗ്രിമെന്റ് വെപ്പിക്കുകയും ചെയ്തു. എന്നാൽ 3 വർഷമായിട്ടും 1 രൂപ പോലും ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ഉപഭോക്താക്കൾ സെക്രട്ടറിയെ ഉപരോധിക്കാനെത്തിയത്. ചോക്കാട് പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളിലെ 30 കുടുംബങ്ങൾക്ക് വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. ഈ വിജിലൻസ് അന്വേഷണം നേരിട്ട കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പും പല ബോർഡുകളിലും ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് കുറച്ചു ദിവസം മുമ്പ് നടന്ന ബോർഡിൽ ജനുവരി 15 2025 ജനുവരി 15-ന് ഈ ബോർഡ് മുമ്പാകെയുള്ള തീരുമാനമാണ് നിങ്ങൾക്ക് വീട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അന്നത്തെ ദിവസം തീരുമാനം പറയാൻ പറഞ്ഞു. ഇന്ന് ജനുവരി 21 ഇന്ന് വരെ ഈ പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഒരു തീരുമാനം കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വന്ന സമയത്ത് പഞ്ചായത്ത് AS പറഞ്ഞു ഇത് സർക്കാരിലേക്ക് അയച്ച് ഇതിന്റെ തീരുമാനങ്ങൾ സർക്കാരിലേക്ക് അയച്ച് ഇതിന്റെ സ്പഷ്ടീകരണം വാങ്ങിച്ചിട്ട് നമുക്ക് തീരുമാനം പറയാന്നുള്ളതാണ് പറയുന്നത്. സ്പഷ്ടീകരണം കിട്ടട്ടെ എന്നാണ് പറയുന്നത്. ഈ ഇത്രയും കാലങ്ങളായിട്ട് പഞ്ചായത്തിൽ ഈ ലൈഫിൽ ലിസ്റ്റ് വന്ന് ആളുകൾക്ക് ഒരു വീട് കൊടുക്കാൻ പറ്റാത്തതിന് സ്പഷ്ടീകരണം കാത്തു നിൽക്കണേ ഇന്നും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ പഞ്ചായത്തിലെ ഇവർക്ക് ഈ ഗുണഭോക്താക്കളുടെ പോയി നോക്കിയിട്ട് ഇവർക്ക് വീട് വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് ബോർഡ് ഒരു സമിതി രൂപീകരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി, JS, VEO, അതേമാതിരി AE, പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, ഇത്രയും ആളുകൾ പോയി നോക്കിയിട്ട് അവർക്ക് അർഹത ഉണ്ടോ എന്നുള്ളത് തീരുമാനമെടുത്തതിന് ശേഷം ഇവർക്ക് എഗ്രിമെന്റ് വെക്കാന്ന് പറഞ്ഞു. ഈ കമ്മിറ്റി പോയി നോക്കി അതിനുശേഷം ഇതിലുള്ള പല ആളുകളോടും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എഗ്രിമെന്റ് വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇവർ വന്ന എല്ലാ രേഖകളും ഉണ്ടാക്കി അവർ വന്ന എഗ്രിമെന്റ് വെച്ച സമയത്ത് ഇപ്പോൾ VO പറയുന്നത് ഫസ്റ്റ് പാർട്ടി മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ, സെക്കൻഡ് പാർട്ടി ഒപ്പിട്ടിട്ടില്ല, അതായത് VO ഒപ്പിട്ടിട്ടില്ല. ഇവരെ ശുദ്ധമായി ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിക്കപ്പെടുകയാണ് ഈ ഗുണഭോക്താക്കൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് ചോദിച്ച സമയത്ത് ഇന്ന് ഈ ഗുണഭോക്താക്കളോട് പഞ്ചായത്തിലേക്ക് വരാൻ പറഞ്ഞ സമയത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള ആളുകള്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകള് ഓരോ ഗുണഭോക്താക്കളെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ പഞ്ചായത്തിലേക്ക് പോകേണ്ട, അത് രാഷ്ട്രീയ കളികൾ മാത്രമാണ്, നിങ്ങൾക്ക് ഈ വരുന്ന ജനുവരി 30 നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ASനോട് ചോദിച്ച സമയത്ത് AS പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല, ഇത് സർക്കാരിലേക്ക് സ്പഷ്ടീകരണത്തിന് അയച്ച് ആ തീരുമാനം വന്നതിന് ശേഷമാണ് നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാനായിട്ട്.
പിന്നെ എങ്ങനെ ഈ 30-ാം തീയതി ഇവർക്ക് പൈസ കയറുന്ന പറയണത്? ഈ ഭരണസമിതി, ചോക്കാട് ഗ്രാമപഞ്ചായത്തിന് തലപ്പത്തിരിക്കുന്ന ഭരണസമിതി ഈ പാവപ്പെട്ട ജനങ്ങളെ, ഒരു വീടെന്ന സ്വപ്നം കാത്തു നിൽക്കുന്ന ആളുകളെ ശുദ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് അവരെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഇവരുള്ളത്. അതിനിടെ നേരത്തെ അനർഹത ആരോപിച്ച് ലിസ്റ്റിൽ നിന്ന് തള്ളിയ ആളുകളുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും എന്നാൽ ഭരണസമിതിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ എഗ്രിമെന്റ് വെപ്പിച്ചതെന്നും വിഇഒ പറഞ്ഞു. കമ്മിറ്റിയാണ് തീരുമാനം മനസ്സിലാവുന്നുണ്ട്. ഇവര് ചെയ്യണം എന്താ വെച്ചാൽ കമ്മിറ്റി ഇടപെടുന്നില്ല. വിഇഒ തീരുമാനം എടുത്തിട്ട് അത് നടപ്പിലാക്കണം. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ അപ്പലേറ്റ് അതോറിറ്റി, 2 ജില്ലാ അതോറിറ്റിയും ബ്ലോക്ക് അതോറിറ്റിയും തള്ളിയതാണ് എന്ത് ചെയ്തത്, ഇവര് വന്ന് കയറിയത്. അപ്പൊ വീണ്ടും എന്റെ റിപ്പോർട്ടിന് എന്ത് പ്രസക്തിയാണുള്ളത്? നിലവിലെ പ്രശ്നത്തിനുള്ള പരിഹാരം കാണുന്നതിനു വേണ്ടി അടുത്തു നടക്കുന്ന ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. സർക്കാരിന്റെ തീരുമാനത്തിലേക്ക് അയച്ചിട്ട് അതിന്റെ മറുപടി വന്നിട്ടില്ല. പ്രൊജക്ട് ഡയറക്ടറുടെ ലൈഫിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർക്ക് അയച്ചിട്ടും തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവർ പറയുന്ന ആവശ്യം സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ ഈ ലൈഫ് ലിസ്റ്റിൽ ആൾക്കാർ വരുന്നത്. എന്നുവെച്ചാൽ നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തീരുമാനം എടുക്കാൻ ഇപ്പൊ നിലവിൽ കഴിയില്ല. സർക്കാർ തീരുമാനമാണ് നമ്മൾ നടപ്പാക്കിയത്. അല്ല, നടപ്പിലാക്കിയെന്ന് വെച്ചാൽ അത് ഓർഡർ നമുക്കത് തീരുമാനമായിട്ട് നമുക്ക് വന്നിട്ടില്ല. ഇവിടെ നടന്ന കാര്യങ്ങൾ ലീഗലായിട്ട് നടന്നതല്ല ഇതുവരെ. അതെനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ എഗ്രിമെന്റ് വെച്ചത് നിലവിലുള്ള കമ്മിറ്റി രൂപീകരിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടുമെന്നോ ഒന്ന് ശ്രമിക്കട്ടെ കേട്ടോ. അതാദ്യം വിജിലൻസ് അന്വേഷിച്ചതോ ഇവർ അന്വേഷിച്ചത് അല്ല, നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരെ കൊണ്ട് അന്വേഷിച്ച റിപ്പോർട്ടാണല്ലോ നമ്മൾ വേണ്ടത്. അതിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കട്ടെ. പഞ്ചായത്തിനെ വിശ്വസിച്ച് ഉള്ള വീടും പൊളിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.